ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അർജുൻ അശോകന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഇന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയത് അർജുൻ അശോകനെ കണ്ടുകൊണ്ട് മാത്രം പോയിട്ടുള്ളതാണ്. ഇതിന്റെ ട്രെയിലറോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ സംഭവം എന്ന് തോന്നിയിട്ട് പോയതൊന്നുമല്ല. അർജുൻ അശോകനെ കാണാൻ വേണ്ടി പോയൊരു സിനിമയാണിത്. പക്ഷെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചുകൊണ്ട് ബാലു വർഗീസിന്റെ പ്രകടനം, അനശ്വരയുടെ പ്രകടനം, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫിനകത്ത് ഇപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഫസ്റ്റ് ഹാഫിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിനകത്ത് ട്രെയിലറിലൊന്നും അധികം കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി അറിയുക. കാരണം അത് ട്രെയിലറിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നൊരു സാധനമുണ്ട്. അപ്പം അതല്ല നമുക്ക് തിയേറ്ററിനകത്ത് കിട്ടുക. അത് ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു പോകുന്നൊരു പരിപാടി. സെക്കൻഡ് ഹാഫ് ഫുള്ള് ട്വിസ്റ്റ് റിവീലിംഗ് കാര്യങ്ങൾ, അങ്ങനത്തെ പരിപാടി ജേണറെ മാറിപ്പോകുന്നുണ്ട്. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി വിചാരിക്കും അടികപ്പിയാരെ കൂട്ടമണിയൊക്കെ പോലത്തെ ഒരു പടമാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം. അതായത് ഒരു പെൺകുട്ടി വികാരിയച്ഛൻ്റെ റൂമിൽ എത്തിപ്പെടുന്നതും അത് അത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിനകത്തേക്ക് അർജുൻ അശോകന്റെ ക്യാരക്ടർ വരുന്നത് മുതൽക്ക് കുറച്ച് ത്രില്ലിംഗ് മൊമെന്റ്സും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു സിനിമ. ഇതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ജേണറിനെ മനസ്സിലാക്കി നിങ്ങളത് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു സിനിമയ്ക്ക് കയറും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഒന്നും അറിയാതെ തന്നെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയി പടം കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. അർജുൻ അശോകന്റെ ക്യാരക്ടർ ഒരു വൈബ് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അനശ്വരയുടെ ഇന്നലെ ഒരു പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട്. കിടു പെർഫോമൻസ് ആയിരുന്നു. ഇതിനകത്ത് അൾട്രാ പോളി പെർഫോമൻസ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കുറെ എക്സ്പ്രഷൻസ് ഒക്കെ ഈ ഒരു പടത്തിനകത്ത് ഇവർക്ക് ഇടാനുണ്ട്. അനശ്വരയുടെ കാമുകനായിട്ട് വരുന്ന ഒരു റോള് ആളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലു വർഗീസിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ, ആളും അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ കൊടുത്ത സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വല്യച്ഛനായിട്ട് വരുന്ന, അതായത് ഈ കൊച്ചച്ഛനായിട്ടാണ് ഇതിൽ ബാലു വർഗീസിന്റെ ക്യാരക്ടർ. അതായത് ഒരു പള്ളിയിൽ കൊച്ചച്ഛനും വല്യച്ഛനും ഉണ്ടാവുമല്ലോ. ആ ഒരു വല്യച്ഛനായിട്ട് വന്നിട്ടുള്ള ടെറർ മനുഷ്യൻ ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങേരുടെ റോൾ. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ അത്യാവശ്യം നല്ലൊരു കോമഡി റോളായിട്ട് വന്നിട്ടുണ്ട്. ആളും അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്ത ആരാന്നറിയില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അൾട്രാ പൊളി സാധനം സാം CS ആണ് ചെയ്തിട്ടുള്ളത്. ഈ ചെയ്ത സാധനം അത്യാവശ്യം നല്ല വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോയെ ഓരോ സീനും എലവേറ്റ് ചെയ്യിക്കുന്നതിൽ സാം CSന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഒരു രക്ഷയില്ല, പൊളി സാധനം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഒരു 100-ൽ 70% പരിപാടിയും ഇതിൽ നൈറ്റ് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരുപാട് സീക്വൻസുകളുണ്ട്. സിനിമോട്ടോഗ്രാഫി അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് നിങ്ങളെ തീർച്ചയായിട്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനമായിരിക്കും. ആ ഒരു സാധനം ചെയ്തു വെച്ച ആളൊക്കെ കീട് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല, നല്ല രീതിക്ക് എനിക്കിത് വർക്കായി. അത്യാവശ്യം നല്ല ട്വിസ്റ്റും സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റാവുന്ന അത്തരത്തില് ജേണർ ഞാൻ ഇനിയും പറയുന്നില്ല. അത്തരത്തില് അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുണ്യാളിന് ടിക്കറ്റ് എടുക്കാം. രേഖാചിത്രം നല്ല സിനിമയാണ്, നിങ്ങൾ തീരുമാനിക്കുക. രേഖാചിത്രം ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്. ഇതൊരു ഫൺ എന്റർടൈനർ ആണ്. പ്ലസ് ഒരു ത്രില്ലർ പരിപാടി കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നുണ്ട്. അത് പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള രസം കൂടി പോവും. സോ അതുകൊണ്ട് തന്നെ എന്തായാലും അനശ്വരനെ സംബന്ധിച്ച് 2025 തുടക്കം എന്തായാലും ഒരു ഗംഭീര തുടക്കം തന്നെയാണ്. ക്ലീൻ ഹിറ്റ്സ് ആണ് രണ്ടും. പുണ്യാളിന് എത്രത്തോളം ഓടുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വർത്ത് വാച്ചാണ് ഈ ഒരു സാധനം. കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററൊക്കെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും സിനിമോട്ടോഗ്രാഫിയൊക്കെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.